ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 10ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 10ാമത്തെ കോഡായിട്ട് നമ്മൾ മൈറ്റാണ് ഉപയോഗിക്കുന്നത്. മൈറ്റ് ഉപയോഗിച്ച് നമുക്ക് 10ാമത്തെ കോഡ് പഠിക്കാം കേട്ടോ. കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിരിക്കാം, ചിലപ്പോൾ നടന്നേക്കാം, സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ സാധ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. മേയുടെ പാസ്റ്റ് ഫോമാണ് മൈറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് മൈറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. പോകാൻ സാധ്യത ഉണ്ട്. അതെങ്ങനെ പറയാം? ഐ മൈറ്റ് ഗോ ടു ദ മാർക്കറ്റ് ടുമാറോ. ഞാൻ നാളെ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് ഗോ ടു ദ മാർക്കറ്റ് ടുമാറോ. ഞാൻ നാളെ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെ പറയാം? ഷീ മൈറ്റ് കം ലേറ്റ്. അവൾ വൈകി വരാൻ സാധ്യതയുണ്ട്. ഷീ മൈറ്റ് കം ലേറ്റ്. അവൾ വൈകി വരാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ദേ മൈറ്റ് വിൻ ദ മാച്ച്. അവർ മത്സരം ജയിക്കാൻ സാധ്യതയുണ്ട്. ദേ മൈറ്റ് വിൻ ദ മാച്ച്. അവർ മത്സരം ജയിക്കാൻ സാധ്യതയുണ്ട്. രാത്രി നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് കാൾ യു ടുനൈറ്റ്. അവൻ ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് കാൾ യു ടുനൈറ്റ്. അവൻ ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. മുത്തശ്ശന്മാരെ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയാം? വി മൈറ്റ് വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻസ്. ഞങ്ങൾ മുത്തശ്ശന്മാരെ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. വി മൈറ്റ് വിസിറ്റ് അവർ ഗ്രാൻഡ് പാരൻസ്. ഞങ്ങളുടെ മുത്തശ്ശന്മാരെ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. എന്നിങ്ങനെ പറയാം? യു മൈറ്റ് ബി റൈറ്റ്. നിങ്ങൾ ശരിയായിരിക്കാം. യു മൈറ്റ് ബി റൈറ്റ്. നിങ്ങൾ ശരിയായിരിക്കാം. ഒരു ഫോൺ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയാം? ഐ മൈറ്റ് ബൈ എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് ബൈ എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങാൻ സാധ്യതയുണ്ട്. എത്താൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയാം? ദേ മൈറ്റ് അറൈവ് ഏർലി. അവർ നേരത്തെ എത്താൻ സാധ്യതയുണ്ട്. ദേ മൈറ്റ് അറൈവ് ഏർലി. അവർ നേരത്തെ എത്താൻ സാധ്യതയുണ്ട്. അറൈവ് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഐ മൈറ്റ് സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അറിയാമായിരിക്കാം എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് നോ ദ ആൻസർ. അവൾക്ക് ഉത്തരം അറിയാമായിരിക്കാം. ഷീ മൈറ്റ് നോ ദ ആൻസർ. അവൾക്ക് ഉത്തരം അറിയാമായിരിക്കാം. നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് മിസ് ദ ബസ്. അവന് ബസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് മിസ് ദ ബസ്. അവന് ബസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? വി മൈറ്റ് ട്രാവൽ നെക്സ്റ്റ് മന്ത്. ഞങ്ങൾ അടുത്ത മാസം യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. വി മൈറ്റ് ട്രാവൽ നെക്സ്റ്റ് മന്ത്. ഞങ്ങൾ അടുത്ത മാസം യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. പുസ്തകം ഇഷ്ടപ്പെടാമെന്നിങ്ങനെ പറയാം? യു മൈറ്റ് ലൈക്ക് ദിസ് ബുക്ക്. നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാം. യു മൈറ്റ് ലൈക്ക് ദിസ് ബുക്ക്. നിങ്ങൾക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാം. ബുദ്ധിമുട്ടായിരിക്കും എന്നെങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. അത് ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്. അത് ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടറാവാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് ബിക്കം എ ഡോക്ടർ. അവൾ ഡോക്ടർ ആവാൻ സാധ്യതയുണ്ട്. ഷീ മൈറ്റ് ബിക്കം എ ഡോക്ടർ. അവൾ ഡോക്ടറാവാൻ സാധ്യതയുണ്ട്. എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് നോട്ട് എഗ്രി. അവൻ സമ്മതിക്കാതിരിക്കാം. ഹി മൈറ്റ് നോട്ട് എഗ്രി. അവൻ സമ്മതിക്കാതിരിക്കാം. അവർ ബിസി ആയിരിക്കും എന്നെങ്ങനെ പറയാം? ദേ മൈറ്റ് ബി ബിസി. അവർ ബിസി ആയിരിക്കാം. ദേ മൈറ്റ് ബി ബിസി. അവർ ബിസി ആയിരിക്കാം. നാളെ കാണാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഐ മൈറ്റ് സീ ഹിം ടുമാറോ. ഞാൻ അവനെ നാളെ കാണാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് സീ ഹിം
ടുമാറോ, ഞാൻ അവനെ നാളെ കാണാൻ സാധ്യതയുണ്ട്. പരിപാടിയിൽ പാടാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് സിങ് അറ്റ് ദ ഇവൻ്റ്, അവൾ പരിപാടിയിൽ പാടാൻ സാധ്യതയുണ്ട്. ഷീ മൈറ്റ് സിങ് അറ്റ് ദ ഇവൻ്റ്, അവൾ പരിപാടിയിൽ പാടാൻ സാധ്യതയുണ്ട്. പേര് മറക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയാം? ഹി മൈറ്റ് ഫോർഗെറ്റ് മൈ നെയിം, അവൻ എൻ്റെ പേര് മറക്കാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് ഫോർഗെറ്റ് മൈ നെയിം, അവൻ എൻ്റെ പേര് മറക്കാൻ സാധ്യതയുണ്ട്. സിനിമ കാണാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? വി മൈറ്റ് വാച്ച് എ മൂവി, ഞങ്ങളൊരു സിനിമ കാണാൻ സാധ്യതയുണ്ട്. വി മൈറ്റ് വാച്ച് എ മൂവി, ഞങ്ങളൊരു സിനിമ കാണാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമയം ആവശ്യമായേക്കാം എന്നിങ്ങനെ പറയാം? യു മൈറ്റ് നീഡ് മോർ ടൈം, നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായേക്കാം. യു മൈറ്റ് നീഡ് മോർ ടൈം, നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമായേക്കാം. നീഡ് പറഞ്ഞാൽ ആവശ്യം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മോർ ടൈം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം. മണിക്കൂർ എടുത്തേക്കാം എന്നിങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ടേക്ക് എൻ അവർ, അതിനൊരു മണിക്കൂർ എടുത്തേക്കാം. ഇറ്റ് മൈറ്റ് ടേക്ക് എൻ അവർ, അതിന് ഒരു മണിക്കൂർ എടുത്തേക്കാം. ഇറ്റ് പറഞ്ഞാൽ അത്, ടേക്ക് പറഞ്ഞാൽ എടുക്കുക, അവർ പറഞ്ഞാൽ ഒരു മണിക്കൂർ കേട്ടോ. കൊണ്ടിരിക്കാമെന്നിങ്ങനെ പറയാം? ഷീ മൈറ്റ് ബി സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കാം. ഷീ മൈറ്റ് ബി സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കാം. മൈറ്റ് ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കാം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പിന്നീട് ചേരാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ജോയിൻ അസ് ലേറ്റർ, അവൻ ഞങ്ങളോടൊപ്പം പിന്നീട് ചേരാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് ജോയിൻ അസ് ലേറ്റർ, അവൻ ഞങ്ങളോടൊപ്പം പിന്നീട് ചേരാൻ സാധ്യതയുണ്ട്. യാത്ര റദ്ദാക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ദേ മൈറ്റ് ക്യാൻസൽ ദ ട്രിപ്പ്, അവർ യാത്ര റദ്ദാക്കാൻ സാധ്യതയുണ്ട്. ദേ മൈറ്റ് ക്യാൻസൽ ദ ട്രിപ്പ്, അവർ യാത്ര റദ്ദാക്കാൻ സാധ്യതയുണ്ട്. പഠിക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഐ മൈറ്റ് ലേൺ ഫ്രഞ്ച്, ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് ലേൺ ഫ്രഞ്ച്, ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ സാധ്യതയുണ്ട്. എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് ബി ടയേർഡ്, അവൾ ക്ഷീണിച്ചിരിക്കാം. ഷീ മൈറ്റ് ബി ടയേർഡ്, അവൾ ക്ഷീണിച്ചിരിക്കാം. വരാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് കം ബൈ ട്രെയിൻ, അവൻ ട്രെയിനിന് വരാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് കം ബൈ ട്രെയിൻ, അവൻ ട്രെയിനിന് വരാൻ സാധ്യതയുണ്ട്. നഷ്ടമാകാമെന്നെങ്ങനെ പറയാം? യു മൈറ്റ് മിസ് ദ ചാൻസ്, നിങ്ങൾക്ക് അവസരം നഷ്ടമായേക്കാം. യു മൈറ്റ് മിസ് ദ ചാൻസ്, നിങ്ങൾക്ക് അവസരം നഷ്ടമായേക്കാം. ഇറ്റ് മൈറ്റ് വർക്ക്, അത് ഫലിച്ചേക്കാം. ഇറ്റ് മൈറ്റ് വർക്ക്, അത് ഫലിച്ചേക്കാം. എന്നിങ്ങനെ പറയാം? ഷീ മൈറ്റ് റഫ്യൂസ്, അവൾ നിരസിച്ചേക്കാം. ഷീ മൈറ്റ് റഫ്യൂസ്, അവൾ നിരസിച്ചേക്കാം. എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ബി വെയിറ്റിംഗ്, അവൻ കാത്തിരിക്കുകയായിരിക്കും. ഹി മൈറ്റ് ബി വെയിറ്റിംഗ്, അവൻ കാത്തിരിക്കുകയായിരിക്കും. മറ്റൊരു നഗരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ദേ മൈറ്റ് മൂവ് ടു അനദർ സിറ്റി, അവർ മറ്റൊരു നഗരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ദേ മൈറ്റ് മൂവ് ടു അനദർ സിറ്റി, അവർ മറ്റൊരു നഗരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ജോലി പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഐ മൈറ്റ് ഫിനിഷ് ദ വർക്ക് ടുഡേ, ഞാനിന്ന് ജോലി പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് ഫിനിഷ് ദ വർക്ക് ടുഡേ, ഞാനിന്ന് ജോലി പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞേക്കാം എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് ടെൽ ദ ട്രൂത്ത്, അവൾ സത്യം പറഞ്ഞേക്കാം. ഷീ മൈറ്റ് ടെൽ ദ ട്രൂത്ത്, അവൾ സത്യം പറഞ്ഞേക്കാം. ത്തിലായിരിക്കാം എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ബി ആംഗ്രി, അവൻ ദേഷ്യത്തിലായിരിക്കാം. ഹി മൈറ്റ് ബി ആംഗ്രി, അവൻ കോപത്തിലായിരിക്കാം. കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? വി മൈറ്റ് മീറ്റ് അഗെയിൻ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. വി മൈറ്റ് മീറ്റ് അഗെയിൻ, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും, മീറ്റ് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്.
കൂടുതൽ സുഖം തോന്നിയേക്കാം എന്നെങ്ങനെ പറയാം? യു മൈറ്റ് ഫീൽ ബെറ്റർ ടുമാറോ. നിങ്ങൾക്ക് നാളെ കൂടുതൽ ഭേദമായേക്കാം. യു മൈറ്റ് ഫീൽ ബെറ്റർ ടുമാറോ. നിങ്ങൾക്ക് നാളെ കൂടുതൽ സുഖം തോന്നിയേക്കാം. കൂടുതലായിരിക്കാം എന്നെങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. അതിന് വില കൂടുതലായിരിക്കാം. കൂടുതലായിരിക്കാം എന്നിങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ചിലവ് ഏറിയ, അതായത് വില കൂടുതൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇറ്റ് മൈറ്റ് ബി എക്സ്പെൻസീവ്. അതിന് വില കൂടുതലായിരിക്കാം. ഈ ഭക്ഷണം പാചകം ചെയ്തേക്കാം എന്നിങ്ങനെ പറയാം? ഷീ മൈറ്റ് കുക്ക് ഡിന്നർ. അവൾ രാത്രി ഭക്ഷണം പാചകം ചെയ്തേക്കാം. ഷീ മൈറ്റ് കുക്ക് ഡിന്നർ. അവൾ രാത്രി ഭക്ഷണം പാചകം ചെയ്തേക്കാം. ഡിന്നർ രാത്രിത്തെ ഭക്ഷണത്തിനാണ് ഡിന്നർ എന്ന് പറയുക കേട്ടോ. കീ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ലോസ് ഹിസ് കീ. അവൻ്റെ താക്കോൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് ലോസ് ഹിസ് കീ. അവൻ്റെ താക്കോൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്ഷണിച്ചേക്കാം എന്നിങ്ങനെ പറയാം? ദേ മൈറ്റ് ഇൻവൈറ്റ് അസ്. അവർ ഞങ്ങളെ ക്ഷണിച്ചേക്കാം. ദേ മൈറ്റ് ഇൻവൈറ്റ് അസ്. അവർ ഞങ്ങളെ ക്ഷണിച്ചേക്കാം. ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയാം? ഐ മൈറ്റ് സ്റ്റാർട്ട് എ ബിസിനസ്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. ഐ മൈറ്റ് സ്റ്റാർട്ട് എ ബിസിനസ്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. മറുപടി പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയാം? ഷീ മൈറ്റ് ആൻസർ ലേറ്റർ. അവൾ പിന്നീട് മറുപടി പറഞ്ഞേക്കാം. ഷീ മൈറ്റ് ആൻസർ. മറുപടി പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയാം? ഷീ മൈറ്റ് ആൻസർ ലേറ്റർ. അവൾ പിന്നീട് മറുപടി പറഞ്ഞേക്കാം. ഷീ മൈറ്റ് ആൻസർ ലേറ്റർ. അവൾ പിന്നീട് മറുപടി പറഞ്ഞേക്കാം. മാറ്റിയേക്കാം എന്നിങ്ങനെ പറയാം? ഹി മൈറ്റ് ചേഞ്ച് ഹിസ് മൈൻഡ്. അവൻ്റെ തീരുമാനം മാറ്റിയേക്കാം. ഹി മൈറ്റ് ചേഞ്ച് ഹിസ് മൈൻഡ്. അവൻ്റെ തീരുമാനം മാറ്റിയേക്കാം. നിങ്ങളുടെ സഹായം വേണ്ടി വന്നേക്കാം എന്നെങ്ങനെ പറയാം? വി മൈറ്റ് നീഡ് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വന്നേക്കാം. വി മൈറ്റ് നീഡ് യുവർ ഹെൽപ്പ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വന്നേക്കാം. ആസ്വദിച്ചേക്കാം എന്നെങ്ങനെ പറയാം? യു മൈറ്റ് എൻജോയ് ദ ട്രിപ്പ്. നിങ്ങൾ യാത്ര ആസ്വദിച്ചേക്കാം. യു മൈറ്റ് എൻജോയ് ദ ട്രിപ്പ്. നിങ്ങൾ യാത്ര ആസ്വദിച്ചേക്കാം. സംഭവിച്ചേക്കാം എന്നെങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ഹാപ്പൻ സൂൺ. അത് ഉടനെ സംഭവിച്ചേക്കാം. ഇറ്റ് മൈറ്റ് ഹാപ്പൻ സൂൺ. അത് ഉടനെ സംഭവിച്ചേക്കാം. പാസ്സാവാൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് പാസ് ദ എക്സാം. അവൾ പരീക്ഷ പാസ്സാവാൻ സാധ്യതയുണ്ട്. ഷീ മൈറ്റ് പാസ് ദ എക്സാം. അവൾ പരീക്ഷ പാസ്സാവാൻ സാധ്യതയുണ്ട്. എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ബി അറ്റ് സ്കൂൾ. അവൻ സ്കൂളിലായിരിക്കാം. ഹി മൈറ്റ് ബി അറ്റ് സ്കൂൾ. അവൻ സ്കൂളിലായിരിക്കാം. കാർ വിറ്റേക്കാം എന്നെങ്ങനെ പറയാം? ദേ മൈറ്റ് സെൽ ദെയർ കാർ. അവർ അവരുടെ കാർ വിറ്റേക്കാം. ദേ മൈറ്റ് സെൽ ദെയർ കാർ. അവർ അവരുടെ കാർ വിറ്റേക്കാം. എന്നെങ്ങനെ പറയാം? ഐ മൈറ്റ് ഫോർഗെറ്റ് ദിസ്. ഞാനിത് മറന്നേക്കാം. ഐ മൈറ്റ് ഫോർഗെറ്റ് ദിസ്. ഞാനിത് മറന്നേക്കാം. എഴുതിയേക്കാം എന്നെങ്ങനെ പറയാം? ഷീ മൈറ്റ് റൈറ്റ് എ ലെറ്റർ. അവളൊരു കത്തെഴുതിയേക്കാം. ഷീ മൈറ്റ് റൈറ്റ് എ ലെറ്റർ. അവളൊരു കത്തെഴുതിയേക്കാം. അവൻ സാധ്യതയുണ്ട് എന്നെങ്ങനെ പറയാം? ഹി മൈറ്റ് ബിക്കം ഫേമസ്. അവൻ പ്രശസ്തനാവാൻ സാധ്യതയുണ്ട്. ഹി മൈറ്റ് ബിക്കം ഫേമസ്. അവൻ പ്രശസ്തനാവാൻ സാധ്യതയുണ്ട്. എന്നെങ്ങനെ പറയാം? വി മൈറ്റ് സക്സീഡ്. ഞങ്ങൾ വിജയിച്ചേക്കാം. വി മൈറ്റ് സക്സീഡ്. ഞങ്ങൾ വിജയിച്ചേക്കാം. ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ മൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. മൈറ്റ് പറഞ്ഞ സാധ്യത, തീർച്ച, ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് യൂസ് ചെയ്യുക കേട്ടോ. മേയുടെ പാസ്റ്റ് ഫോമാണ് മൈറ്റ്. അപ്പോൾ ഓക്കെ, ബൈ.